നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കൊട്ടിക്കലാശം കഴിഞ്ഞു, ഇനി അടിയൊഴുക്കുകൾ. എതിരാളികളെ കടന്നാക്രമിച്ചും വർഗീയ ശക്തികളെ തുറന്നു പറഞ്ഞ് തള്ളിപ്പറയാതെ ഇരട്ട നിലപാടുകൾ സ്വീകരിച്ചും അധികാരത്തിൽ തുടരാനും തിരിച്ചു വരാനും ശ്രമിക്കുന്ന മുന്നണികൾ. ഈ രാഷ്ട്രീയ ഇടവേളകളെ ഉപയോഗിച്ച് നിർണായക ശക്തിയായി ഉയരാൻ ശ്രമിക്കുന്ന BJP. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറുകയാണോ, അല്ലെങ്കിൽ പതിവ് പോലെ തന്നെ LDF UDF പോരാട്ടത്തിൽ കാര്യങ്ങൾ ഒതുങ്ങുമോ? ഭരണമാറ്റത്തിലേക്കോ തുടർച്ചയിലേക്കോ കേരളം ആരുടെ കയ്യിൽ? ആര് കളി നിയന്ത്രിക്കുന്നു? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കുന്ന വിധിയെഴുത്താകുമോ കേരളം നൽകാൻ പോകുന്നത്, അതോ ഭരണ തുടർച്ചയായിരിക്കുമോ? എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറുകയാണോ എന്നുള്ള കാര്യം കൗതുകത്തോടെ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ്. ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ N ശ്രീകുമാർ, ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ N ശ്രീകുമാർ, ഇന്നത്തെ കൊട്ടിക്കലാശം കഴിയുമ്പോൾ ഇനി നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് മുന്നണികളുടെയും മനസ്സിൽ കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ഭരണ മാറ്റം എന്ന രീതിയിലേക്ക് പൂർണ്ണമായിട്ടും പറയുന്ന അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സർവേ ഫലങ്ങളും മറ്റുമാണ്. അത് താങ്കളും സമ്മതിക്കുന്നതാണല്ലോ, അല്ലേ? അല്ല, ഞാൻ ആദ്യമേ തന്നെ അതിനെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭരിക്കുന്ന ഒരു മുന്നണിയെ, അതും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നണിയെ PR വർക്ക് വഴി മറ്റേ വെളുപ്പിക്കുന്ന ഒരു അത്യപൂർവ സ്വഭാവം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് 10 വർഷം അധികാരത്തിലിരുന്ന ഒരു മുന്നണിക്ക് നേരിട്ട് ജനങ്ങളോട് ഇറങ്ങിച്ചെന്ന് കാര്യം പറയാൻ പറ്റാതെ പോയത്? എന്തിനാണ് അവര് ഒരു പരസഹായം, ഞങ്ങളെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ, ഞങ്ങളെ ഒന്ന് പൊക്കിപ്പിടിക്കാൻ ഒരു കൂട്ടര് വേണം, പുറത്തുള്ളൊരു കൂട്ടര് വേണം എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാൻ കാരണം? അത് അവരുടെ ഭരണ പരാജയമായിട്ട് സമൂഹം കണക്കാക്കുന്നു. ഇവിടെ കഴിഞ്ഞ ഡിസംബറിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അന്നുണ്ടായ ജനവിധി അമ്പരപ്പിക്കുന്നതായിരുന്നു. UDFന് ഞെട്ടിപ്പിക്കുന്ന വിജയം തന്നെ സമ്മാനിച്ചു. LDF ആണെങ്കിൽ ഏതാണ്ട് തൂത്ത് ഇല്ലാതായ പോലെയായി ആ ഘട്ടത്തില്. അന്നൊരു ഒരുപാട് ദിവസം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരുന്നു. എങ്ങനെ തോറ്റു എന്നവർ കൃത്യമായിട്ട് അഭിപ്രായം പറയാതെ കുറെ കാലം അവർ മൗനിയായിട്ടിരുന്നു. അതിനു മുമ്പുള്ള മറ്റേ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഭരണം മാറണം, ഒരു പുതിയ ടീം വരണം. അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ വിത്ത് വീണ്ടും കുറെ കാലമായി. ഭരണം ഒന്നും മാറണം. 10 വർഷത്തെ ഭരണത്തില് അവർ പറഞ്ഞൊന്നുമല്ല നടപ്പായത്. അത് മാത്രമല്ല, സ്വസ്ഥമായ ഒരു ജീവിതം, ജനജീവിതം കേരളത്തിൽ നഷ്ടപ്പെടുന്ന ഒരു തോന്നൽ വന്നു. ഒരുപാട് വിഷയങ്ങളില്ല, കോളേജുകളിലെ റാഗിങ്ങിന്റെ ആണെങ്കിലും, അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റേ അതിക്രമങ്ങളിലായാലും, തിരിച്ച് പോലീസിന്റെ കഴുത്തേ കയറി പിടിക്കുന്ന ഭരണാനുകൂല ആളുകളുടെ ആണെങ്കിലും, അങ്ങനെ എല്ലാ വിഭാഗത്തിലും സർക്കാർ ജീവനക്കാര്, പെൻഷൻകാര്, അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങള്, ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ രീതിയിൽ ചർച്ചയായില്ല എന്നതാണ്. അവിടെ എതിരാളികളെ നേർക്കുനേർ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായി. വർഗീയ ശക്തികളെ തള്ളിപ്പറയാത്ത രീതിയിലുള്ള, പൂർണ്ണമായിട്ടും തള്ളിപ്പറയാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലും ചർച്ചയായത്. പിന്നെ ഡീൽ എന്നുള്ള ആരോപണം വന്നു. കുറച്ച് സമയമേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗം നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു വലിയൊരു തരംഗം UDFന് അനുകൂലമായി ഇല്ലല്ലോ എന്നുള്ള സംശയം വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അത് പ്രത്യക്ഷത്തിലാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമേ പറഞ്ഞ അതാണ്, പ്രത്യക്ഷത്തിലാണ്. കാരണം എന്താണ്, ഇഞ്ചോടിഞ്ച് മത്സരം എന്നൊരു പ്രതീതി സൃഷ്ടിച്ചു. എന്തിനാണ് അത് സൃഷ്ടിച്ചത് എനിക്കറിയില്ല. അതായത് LDF UDF ഒപ്പത്തിനൊപ്പമാണ്. മാത്രമല്ല LDF ഒരുപടി മുന്നിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 72 സീറ്റ് UDFന് കൊടുക്കുക. നമ്മൾ ഈ സർവേ പറഞ്ഞ ഒരു 72 സീറ്റ് UDFന്, ഒരു 74 LDFന്. അപ്പൊ രണ്ടു കൂട്ടരും ജയിച്ചു, രണ്ടു കൂട്ടരെ സൂചിപ്പിച്ചു, പ്രശ്നമില്ല. LDFനാണ് പിന്നാക്കം പോയി എന്ന് പറയില്ല. എന്നാൽ സത്യാവസ്ഥ പറയാതിരിക്കാനും പറ്റില്ല, UDF ആണ് ജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് UDFനെ ജയിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ നടത്തിയത്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ശ്രീ മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഇത് പരസ്യമായി ചർച്ച ചെയ്യില്ല, പ്രത്യക്ഷത്തിൽ ചർച്ച ചെയ്യില്ല. പക്ഷെ ജനങ്ങൾ ചർച്ച ചെയ്തു. ജനങ്ങള്, നാട്ടിൻ പുറത്തുള്ള ജനങ്ങള് സ്വകാര്യ ചർച്ചകളിൽ അവരുടെ മനസ്സിൽ അവരിത് രൂപപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ രൂപപ്പെടുത്തിയത് കൊണ്ടാണ്
പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാനായിട്ട് ഇന്നലെ വേണ്ടി വന്നത്. എന്താ ഇന്നലെ ഞാൻ പറയാൻ കാരണം എന്താ, ഒരാഴ്ച മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. ഇന്നലെ ഇറക്കിയ പ്രോഗ്രസ് കാർഡ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്നാണ് ആളുകളുടെ കയ്യിൽ കിട്ടുക മിക്കവാറും. ഇന്ന് പരസ്യ പ്രചാരണം കഴിഞ്ഞു, നാളെ പ്രചാരണവും ഇല്ല. അപ്പൊ ചർച്ചയായില്ല പ്രോഗ്രസ് റിപ്പോർട്ട്. അപ്പൊ നമ്മളെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താണ്, 900 വാഗ്ദാനങ്ങൾ, അതിലെത്ര 877 എത്രയോ നടപ്പാക്കി, അത് ചിലത് നടപ്പാക്കി വരുന്നു. പക്ഷെ നടപ്പാക്കി എന്ന് അവർ പറഞ്ഞത് എന്താണ്, 8 9 കാര്യങ്ങളുള്ളൂ. ഒറ്റ ചോദ്യം അവരോട് ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ പ്രധാനപ്പെട്ട, നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞ, നിങ്ങൾ ജനങ്ങൾക്ക് നൽകിയ പ്രധാനമായ വാഗ്ദാനം എന്തായിരുന്നു? സെസ് പിരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം എന്തായിരുന്നു? ക്ഷേമ പെൻഷൻ കൂട്ടും, 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പറഞ്ഞവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ 500 രൂപ കൂട്ടി 2000 ആക്കി. അടുത്തത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കുന്നു പറഞ്ഞു, ഏപ്രിലിന് മുമ്പ് കൊടുക്കുന്നു പറഞ്ഞു, കൊടുത്തില്ലല്ലോ. എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ വീണ്ടും വന്നാൽ 3000 തരാമെന്ന്. ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമോ? അവിടെ ഒന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പരസ്യമായി മാത്രമേ പറയുന്നുള്ളൂ. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ, വയനാട് തുരങ്കപാത ഈ ഗവൺമെന്റ് പൂർത്തിയാക്കുന്നതായിരുന്നു 2021 പറഞ്ഞത്. പാറ പൊട്ടിക്കുന്ന ഉദ്ഘാടനമേ നടന്നിട്ടുള്ളൂ, രണ്ടാമത്തെ ഉദ്ഘാടനം, അത് പൊളിഞ്ഞു പോയോ? പിന്നെ ഓരോ കാര്യങ്ങൾ എടുത്താലും ഞാനത് എല്ലാം വിശദമായി പറയുന്നില്ല. തൊഴില് 2-3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. തൊഴില് 20 ലക്ഷം പേർക്ക് 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു പറഞ്ഞു. എത്ര കൊടുത്തു? PSC നിയമനം ഉണ്ടോ? അവര് പറഞ്ഞു 3000 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞു. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം കണ്ടില്ലേ? കയ്യിൽ കർപ്പൂരം കത്തിച്ചിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ലിസ്റ്റ് പുറത്തു വരാത്തതിനെ മുട്ടിലെഴുതി നമ്മൾ കണ്ടില്ലേ? എത്ര സമരം കണ്ടു? ആശാ സമരം 700 രൂപ ആക്കെന്ന് പറഞ്ഞവര് 2021 കൊടുത്തോ? 300 രൂപ ഇപ്പഴേ സമരം ചെയ്തപ്പോഴല്ലേ 100. എത്ര ദിവസം സമരം ചെയ്തു? കൊടുത്തോ ആശാവർക്കർമാർക്ക്? അപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ചർച്ചയാക്കാൻ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത പദപ്രയോഗം ഉപയോഗിച്ച് അന്യസംസ്ഥാന മുഖ്യമന്ത്രിയെ ആക്രമിച്ചു. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് അത് പ്രകടമാകുമായിരുന്നു. ശരിയാണ് ശ്രീ എം ജയചന്ദ്രൻ. അത് മാത്രമല്ല, അതിനുശേഷം പിന്നെ ഒരു റിലീസ് ഇറക്കിക്കൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രിക്ക് ഒരു മറുപടിയും നൽകുകയാണ് ശ്രീ പിണറായി വിജയൻ. ഇത് ആത്മവിശ്വാസക്കുറവിനെയാണല്ലോ കാണിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, അതെ, ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു വന്നത് ഏറ്റവും അവസാനം പറഞ്ഞത് താങ്കൾ കേട്ടുവല്ലോ. അത് രേവന്ത് റെഡ്ഡിക്ക്, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് നേരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പദപ്രയോഗമായിരുന്നു. ഡാഷ് മോനെ എന്നാണല്ലോ അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസക്കുറവിനെയല്ലേ സൂചിപ്പിക്കുന്നത് എന്നാണ്. അത് മാത്രമല്ല, അതിനുശേഷം ഒരു റിലീസും ഇറക്കുകയാണ്. ഈ തെലങ്കാനയുടെ കാര്യം പറയാൻ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, കേരളത്തിന്റെ കാര്യം ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു റിലീസൊക്കെ ഇറക്കുന്നുണ്ട് കേരളത്തിന്റെ പുരോഗതിയെ പറ്റി. അല്ല, ഇത് ചാടിക്കേറി അങ്ങോട്ട് പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ചാടിക്കേറി വിളിച്ച ഒരു ഡയലോഗാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഔചിത്യമുണ്ട്, ശരിയുമാണ്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. അയാള് ഒരു മുഖ്യമന്ത്രി, തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണല്ലോ ഈ രേവന്ത് റെഡ്ഡി. ആ മനുഷ്യൻ മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കയറി പിന്നെ ഈ എന്ത് പേരുപയോഗിച്ചാണ് വിളിച്ചത്? കൃത്യമായ ഭാഷയിൽ മറുപടിയും കിട്ടി. അതിനത്രേ ഉള്ളൂ. തെറിക്കുത്തരം മുറിപ്പത്തൽ, അത്ര തന്നെ ഉള്ളൂ. അതിലൊന്നും ഒരു ഖേദവും ആരും വിചാരിക്കേണ്ട, ആരെങ്കിലും ഖേദം പറയുമെന്നും വിചാരിക്കേണ്ട. അതൊക്കെ അങ്ങനെയാണ്. പിന്നെ വായിൽ കിടക്കുന്ന നാക്ക് വളച്ച് എന്താണ് പറയുന്നതെന്ന് പറയുന്നവൻ ആദ്യം ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മറുപടി കൃത്യമായി കിട്ടിയിരിക്കും. അതിലൊന്നും യാതൊരു ഖേദവുമില്ല പറഞ്ഞതിൽ. അതിൽ കേരള മുഖ്യമന്ത്രിയേക്കാൾ സമർത്ഥർ വേറെ ആരുമില്ല. അത് തെളിയിച്ചിട്ടുള്ളതാണ് പലതവണ. കേരള മുഖ്യമന്ത്രിയേക്കാൾ സമർത്ഥർ മറ്റാരുമില്ല അത്തരത്തിലുള്ള വാക് പ്രയോഗങ്ങൾക്ക്, അല്ലെ? അത്തരത്തിലുള്ള വാക് പ്രയോഗങ്ങൾക്ക് കേരള മുഖ്യമന്ത്രിയേക്കാൾ സമർത്ഥനായിട്ട് വേറെ ആരുമില്ല. പല വാക്കുകളും നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇവിടെ ആർക്കും ഒരു നഷ്ടവും ഇല്ല. നിങ്ങൾ ചെയ്തോളൂ. അങ്ങേര് പറഞ്ഞത് മര്യാദയാണെന്നൊരു ചോദ്യം മഞ്ജുഷന്റെ നാവിൽ നിന്ന് വന്നില്ലല്ലോ. ശ്രീകുമാറിന്റെ നാവിൽ നിന്ന് വരില്ല, എനിക്കറിയാം. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ ആങ്കറായ മഞ്ജുഷന്റെ നാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു. രേവന്ത് റെഡ്ഡി പറഞ്ഞത് ശരിയായില്ല എന്നൊരു ഭാഷണം അതുണ്ടായില്ലല്ലോ. വേണ്ട, ഉണ്ടാകണ്ട. താങ്കൾ നിന്ന് അതിനെ പ്രതീക്ഷിക്കാതിരുന്നാൽ മതിയല്ലോ. പക്ഷെ പിണറായി വിജയൻ അങ്ങനെ മറുപടി പറയൂ. അത്
പിന്നെ ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവരൊക്കെ 110% അംഗീകരിക്കും. രേവന്ത് റെഡ്ഡി പറഞ്ഞതിന് കണക്ക് തീർത്തുള്ള മറുപടിയാണ് പിണറായി വിജയൻ കൊടുത്തത്. കുറച്ചുകൂടെ ഡോസ് കൂട്ടി കൊടുത്തിരുന്നെങ്കിലും അത് ശരിയാണെന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നേനെ ഞാൻ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പിണറായി വിജയൻ നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടുണ്ട്. എടൂ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങളങ്ങനെ കണ്ടോളൂന്നേ. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും കേരളത്തിലെ ജനങ്ങൾക്കില്ല. കേരളത്തിൽ പിണറായി വിജയൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജനമാണ് ഞാനും. അതിൽ യാതൊരു തരത്തിലും രേവന്ത് റെഡ്ഡി പറഞ്ഞത് തെറ്റല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞത് അങ്ങേയറ്റത്തെ ശരിയുമാണ്. അത് തന്നെയാണ് എൻ്റെ നിലപാട്. ശരി, ശ്രീ പണിക്കർ, കൃത്യമായ മറുപടി രേവന്ത് റെഡ്ഡിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുകയായിരുന്നു. ശ്രീ ജയേന്ദ്രന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ അവസാന ദിവസം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസം ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് മുഖ്യമന്ത്രി എത്തിയത് അത് ആത്മവിശ്വാസക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇവിടെ പറയുന്നു ശ്രീ എൻ ശ്രീകുമാറും. ശ്രീ പണിക്കർ. ഞാൻ ആ അഭിപ്രായത്തിൽ ശ്രീകുമാറിനൊപ്പമാണ് ശ്രീ മഞ്ജുഷ്. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഇനിയൊരു തിരുത്തലിന് സമയമില്ലാത്ത ഒരു സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് എന്താണ് പറയേണ്ടത്, എന്താണ് പറയരുതാത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകേണ്ടതാണ്. അദ്ദേഹം റിസ്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ക്രെഡിബിലിറ്റി അല്ല, അദ്ദേഹം നയിക്കുന്ന മുന്നണിയുടെ റിസ്ക്, അതിൻ്റെ ക്രെഡിബിലിറ്റിയെ കൂടിയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നതല്ല. ഈ ഒരു ഫ്രസ്ട്രേഷൻ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു കൺവെൻഷനിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്താണ് ഈ സദസ്സിൽ നിന്നൊരാൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗം തന്നെയായിട്ടുള്ള ഒരാളാണ്, ഒരു ചോദ്യമുണ്ട് എന്ന് പറയുന്നത്. അതിൽ ഒരു നമുക്കതൊരു ഔചിത്യക്കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ചോദിക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമുക്കങ്ങനെ മുഖ്യമന്ത്രിയെ കൺമുന്നിൽ കിട്ടില്ലല്ലോ ഒരു ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള പിണറായി വിജയൻ അതിനെ കുറച്ചുകൂടി രമ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. അതിന് പകരം അദ്ദേഹം പറഞ്ഞെന്താ, എന്നിട്ട് വീട്ടിൽ പോയി ചോദിക്കുന്ന പറഞ്ഞത്. ഞാൻ പറഞ്ഞ അതിൽ എന്ത് മര്യാദ പറഞ്ഞുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ അതിനെ ന്യായീകരിക്കും? അവിടെ ഒരാൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല എന്നോ, അത് ചോദ്യം ചോദിക്കുന്നത് മര്യാദയല്ല എന്നോ, ഔചിത്യമല്ല എന്നോ, അതോ ആ മറുപടി അർഹിക്കുന്ന ചോദ്യമാണ് എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയുന്നത് എന്ന് പറയുമോ? അതൊന്നുമില്ല. ഒരാളിന്റെ സംസ്കാരത്തിനനുസരിച്ച് ഒരാൾ ഒരു കാര്യം പറയുന്നു, അത് കേൾക്കുന്നയാൾ അയാളുടെ സംസ്കാരത്തിനനുസരിച്ച് മറുപടി പറയുന്നു. പിണറായി തെലങ്കാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാവുമ്പോൾ ആ ഇങ്ങോട്ടുള്ള ആക്ഷേപത്തിന് അതേ രീതിയിലുള്ള മറുപടി എന്ന രീതിയിലാണ് പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്നവർ പറയുന്നത് കേട്ടോ. കാരണം ഇങ്ങോട്ട് ഈ പോ മോനെ ദിനേശ എന്ന് പറയുന്നു, അപ്പോൾ തിരിച്ചങ്ങോട്ട് ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുമെന്ന് പറയുന്നു. നോക്കൂ, അത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് രേവന്ത് റെഡ്ഡി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മര്യാദകളുടെ സീമ ലംഘിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. വേണമെങ്കിൽ നമുക്ക് മറ്റേ പറഞ്ഞതുപോലെ ഒരു ഔചിത്യക്കുറവുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഡയലോഗാണ്. ആ സിനിമ ഡയലോഗ് അദ്ദേഹം ആദ്യം പറയുന്നുമുണ്ട്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ പറയാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിണറായി വിജയന്റെ ഭരണത്തിലുള്ള സമയം കഴിഞ്ഞു, അദ്ദേഹത്തിന് ടാറ്റ ബൈ ബൈ കൊടുത്ത ആൾക്കാർ വിടുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തുടക്കത്തിൽ പോ മോനെ ദിനേശ, അതല്ല എന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് പോ മോനെ വിജയൻ. വിജയ എന്നൊന്നും പറയുന്നില്ല, പോ മോനെ വിജയൻ, പോ മോനെ വിജയൻ. അതായത് പോ മോനെ ദിനേശ എന്ന് പറയുന്നതിൽ ദിനേശ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്ത് പിണറായി ആണ്. എന്നിട്ട് പറയുന്നുണ്ട് യുവർ ടൈം ഈസ് ഓവർ, യുവർ എക്സ്പയറി ഡേറ്റ് ഈസ് ഓവർ. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു വെൽഫെയർ ഗവേണൻസ് കോൺഗ്രസിന് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അതിനെ വളരെ ലൈറ്ററായിട്ട് വേണമെങ്കിൽ കാണാം, അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ അടുത്തിടെ ഒരു യൂട്യൂബ് ഇന്റർവ്യൂവിൽ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, കടക്ക് പുറത്ത് എന്നത് മാറിയിട്ട് നമുക്കിനി കയറി വാ മക്കളെ എന്ന് പറയണമെന്ന്. അപ്പോൾ ആ ഇൻസ്റ്റന്റിൽ, ഒരു പ്രീ പ്ലാൻഡും അല്ലാത്ത ആ ഒരു ഇൻസ്റ്റന്റിൽ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഗോഡ് ഫാദർ പറയുന്നത് പോലെ കയറി വാ മക്കളെ എന്നാണ് ഞാനിപ്പോൾ പറയുന്നതെന്ന്. എന്ന് വെച്ചാൽ സിനിമകളെക്കുറിച്ച്, സിനിമ ഡയലോഗുകളെക്കുറിച്ച്, അത് ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റുകളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള പിണറായി വിജയന് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ പറഞ്ഞിരുന്ന പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള സമയം കഴിഞ്ഞു, ടാറ്റ ബൈ ബൈ, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മറുപടി പറയുന്ന സമയത്ത് ഡാഷ് മോനെ എന്നൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ അത് എമ്മാതിരി തെമ്മാടിത്തമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ശുദ്ധ തെമ്മാടിത്തമല്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം അതിനു മുമ്പ് കുറച്ച് ലെക്ചർ എടുത്തിരുന്നു, ശ്രദ്ധിച്ചല്ലോ മഞ്ജുഷ്. അദ്ദേഹം പറഞ്ഞെന്താ, ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ പറയാൻ പാടില്ല, മുഖ്യമന്ത്രിമാർ ഇങ്ങനെ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് അവർ സ്വയം ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ശ്വാസത്തിൽ ആ നാക്ക് വായിലേക്ക് ഇട്ടില്ല. എന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ് ഡാഷ് മോനെ അതിനുള്ള മറുപടി പിന്നത്ത് കിട്ടുമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ മറുപടി തരുമെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ
ഇവിടുത്തെ ജനങ്ങൾ അതിന് മറുപടി പിന്നാലെ പറയുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരും, എന്റെ സർക്കാർ തന്നെ ഇവിടെ വരും, അത് നിങ്ങളോട് ജനങ്ങൾ പറയും. അപ്പൊ അത് സിനിമ ഡയലോഗിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അറിയാതെയല്ലല്ലോ മറുപടി പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം അതിനുശേഷം കൂടുതൽ ഡോസ് കൂടിയ തെറി വീണ്ടും വിളിക്കുമെന്നല്ലല്ലോ പറഞ്ഞത്. പക്ഷെ ഡാഷ് മോനെ എന്നൊരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് മര്യാദയാണോ അല്ലയോ? ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ പാനലിസ്റ്റുകളിൽ ആരെങ്കിലും, ശ്രീ ജയചന്ദ്രൻ അത് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എങ്കിലും നീ പോ മോനെ വിജയൻ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ് എങ്കിൽ, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും വകുപ്പിട്ട് കേസെടുക്കാൻ കഴിയുമോ? പക്ഷേ ഓ ഡാഷ് മോനെ വിജയ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാലോ വേണമെങ്കിൽ കേസെടുക്കാം. അത് അസഭ്യമാണ് എന്ന് പറയാം, അത് അപകീർത്തികരമാണ് എന്ന രീതിയിലത്തേക്ക് പറയാം, വ്യക്തിഹത്യയാണ് എന്ന് പറയാം. അപ്പൊ അത് മര്യാദകേടാണ്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു എന്നുള്ളതല്ല. പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം മറുപടി എന്ന് പറയുന്നത്, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് പറയുകയല്ല. അതാ പറഞ്ഞ് എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് ചോദിക്കുന്നതിനോട് നീ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറയുന്ന ആളിന്റെ സംസ്കാരം ഇത്ര താഴ്ന്നതാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പെങ്കിലും അത് അദ്ദേഹത്തിന് മാന്യത പാലിക്കണമായിരുന്നു. ശ്രീ എം ജയചന്ദ്രൻ, അത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിലല്ല ശ്രീ പിണറായി വിജയൻ നടത്തിയ ഈ പരാമർശം. അത് ആരോ എഴുതി കൊടുത്ത ഒരു PR വർക്ക് എന്നേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അത് പാളിപ്പോയി. കാരണം കേരള മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് മോശമായി പോയി. അതിന് കാരണവും ഇത് തന്നെയാണ്. അതൊരു ആക്ഷേപമായ അല്ലെങ്കിൽ ഒരു തെറിവാക്ക് എന്ന് വേണമെങ്കിൽ പോലും അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ രേവന്ത് റെഡ്ഡി അങ്ങനെയല്ല, ഒരു സിനിമാ ഡയലോഗാണ് എടുത്ത് പ്രയോഗിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ശ്രീജിത്ത് പറഞ്ഞു അത് തമ്മാടിത്തരമാണെന്ന്. അതിന് ശ്രീജിത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നത് തന്നെയാണ് നിലപാട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ മാറ്റമൊന്നുമില്ല. രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഏത് കോണ്ടെക്സ്റ്റിലായാലും ശരി, അതിനെ എത്ര വിശാലമായ ഈ മാനവീയതയുടെ തലത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാലും ശരി, പറഞ്ഞതിൻ്റെ അകത്ത് അനൗചിത്യം എന്നുള്ളതല്ല. അത് ഭാഷ വേറെയാണ്. ഞാനത് പറയാറില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുന്നില്ല. പക്ഷെ അത് പിണറായിക്ക് കൃത്യമായും മനസ്സിലായി. ആ മറുപടി അദ്ദേഹത്തിന് എതിരാളിക്ക് അല്ലെങ്കിൽ എതിർഭാഗത്തിന് മനസ്സിലാകുന്ന നിലയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചു. അതാണ് കണ്ടത്. അതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് ശരി എന്നത് എന്റെ നിലപാടിൽ തന്നെയാണ്. ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, താങ്കളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീ NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ പോടാ ഡാഷ്മോനെ എന്ന് തിരിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ അത് പറയാനുള്ള പ്രേമചന്ദ്രന്റെ സ്വാതന്ത്ര്യത്തിനെയും താങ്കൾ ഇതേപോലെ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ന്യായീകരിച്ചേനെ അല്ലേ? അല്ല, അത് ഈ ശ്രീജിത്ത് എന്താണ് പറയുന്നതെന്ന് അറിയാതെയല്ല താങ്കൾ പറയുന്നത്. മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടാണ് ഇത് പറയുന്നത് എന്ന് അതിന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ജനപ്രതിനിധികൾ തമ്മിൽ പറഞ്ഞാൽ ഒന്നും പ്രശ്നമല്ലേ? മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന പദങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളി കൂടിയത് പറയുമോ? അതെങ്ങനെയാ? അല്ല, പ്രധാനമായിട്ട് ഇവിടെ വന്ന തർക്കം എന്താ? ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് ഏറ്റവും നീചമായി അപഹസിക്കാൻ പറ്റുന്നത്? ഇനി പരനാറി എന്ന് വിളിച്ചതിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി പറയൂ. പരനാറി എന്ന് വിളിച്ചതിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി പറയൂ. ഏത് സംസ്ഥാനത്തിന്റെ ഏത് സ്ഥാനത്തിരുന്ന വ്യക്തി? പിണറായി വിജയനും കേരളത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാ രാഷ്ട്രീയ നേതാക്കളുമാണ്. അപ്പൊ കേരളത്തിലുള്ള അന്നത്തെ പദവിയും വേറെയാണ്. തമ്മിൽ വിളിക്കാവോ? അന്നത്തെ പദവിയും വേറെയാണ്. കേരളത്തിലുള്ള ആൾക്കാർ തമ്മിൽ വിളിച്ചാൽ കുഴപ്പമില്ല, സംസ്ഥാനം മാറിയ കുഴപ്പമുണ്ടെന്നാണോ? അത് നിങ്ങൾ എന്താണ് ഇതിനെ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് രണ്ട് തെറി. തെറിക്കുത്തരം മുറിപ്പത്തല് എന്ന് പറയുന്നത് സംസ്ഥാനം അനുസരിച്ചിട്ടാണോ ഭാഷ അടിസ്ഥാനത്തിലാണോ? സംസ്ഥാനത്ത് നിന്ന് ഒരേ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിൽ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ളത് സ്വീകാര്യമല്ലെന്നാണോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അല്ല, അദ്ദേഹത്തിന് തെറിയാണ് സ്വീകാര്യമെങ്കിൽ ഇവിടെ മുറിപ്പത്തലാണ് സ്വീകാര്യം. അതേ ഉള്ളൂ അതിന്റെ മറുപടി. അത് പ്രേമേന്ദ്രന്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണോ എന്നാണ് എന്റെ ഒരു ചോദ്യം. അതോ ഇത് പിണറായിക്ക് മാത്രം ബാധകമാണ്? ഞാൻ പറഞ്ഞത് പ്രേമേന്ദ്രന്റെ കേസിൽ അതും ഇതും കൂടെ താരതമ്യപ്പെടുത്താൻ വരേണ്ടതില്ല. അപ്പൊ പ്രേമേന്ദ്രനെ നമുക്ക് തെറി വിളിക്കാം. ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരാധക വൃന്ദം, അദ്ദേഹത്തിന്റെ അണികൾ ഇത് നന്നായി രേവന്ത് റെഡ്ഡിക്ക് മുഖമടച്ചിങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ടതാണ് എന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അതാണ് ശ്രീ എം ജയചന്ദ്രൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇത് ഉചിതമായ ഒരു മറുപടി ആയിരുന്നു എന്ന്. അവരെ പിന്നെ ഇനി തിരുത്താൻ പറ്റുകയില്ല. അതാണ് ഞാൻ മഞ്ജുഷ് പറഞ്ഞത്. ഈ തെറിക്കുത്തരം മുറിപ്പത്തല് എന്ന് പറയുമ്പോൾ തെറി ആരെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു മുറിപ്പത്തൽ പ്രയോഗിച്ചാൽ അത് യൂണിവേഴ്സലി ഒരേപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇദ്ദേഹത്തിനെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നികൃഷ്ടജീവി എന്നൊരാളിനെ വിളിക്കുന്ന സമയത്ത് നീ കാണിച്ചത് ചെറ്റത്തരവാടാ എന്ന് പറയുമ്പോൾ തിരിച്ചു പോടാ ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വിളിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കണം. അത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിണറായി വിജയന് മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുന്നു എന്നാണ്.
ആ റൈറ്റ് ഏത് ജനാധിപത്യ പ്രക്രിയയിലുള്ളതാണ്? മുഖ്യമന്ത്രിക്ക് അങ്ങനെ വിളിക്കാം എന്നുണ്ടോ? അതോ രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ഇന്ന പദങ്ങളൊക്കെ തന്നെ സ്വീകാര്യമാണെന്നുണ്ടോ? നമ്മൾ ഇതിന് ജനറലി പറയുന്ന ഒരു വാക്കുണ്ട്, പാർലമെന്ററി പദം ഉപയോഗിക്കുക എന്ന് പറയും, അല്ലെ? ഡാഷ് മോനെ എന്ന് വിളിക്കുന്ന ഒരു പാർലമെന്ററി പദമാണോ? എന്റെ ലളിതമായ ചോദ്യമാണ്, വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വെകളി പിടിച്ചതുപോലെ ഇദ്ദേഹം എന്തിനാണ് പെരുമാറുന്നത്? ഈ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കെന്താ? ചെറ്റത്തരം, അല്ലെ? ചെറ്റത്തരം എന്ന് പറഞ്ഞു. നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഡാഷ്മോൻ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കൂടെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ആ ഡാഷും കൂടെ ചിലപ്പോൾ പൂരിപ്പിച്ചേനെ. ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, രാഷ്ട്രീയമായിട്ട് വ്യത്യസ്തമായ ശൈലിയിലായിരിക്കും. പക്ഷെ എന്റെ മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പോടാ ഡാഷ് മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിൽ അഭിമാനിക്കണോ? അഭിമാനിക്കാൻ ഞാൻ അന്തംഗമ്യ അല്ല ശ്രീ ജയചന്ദ്രൻ. അന്തംഗമ്യകൾക്ക് പോലും അത്ര അഭിമാനിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിമാനിക്കാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ നിലപാട് പറയുന്നത്. അത് താങ്കൾ പറഞ്ഞോളൂ, അതിലൊന്നും ഒരു തർക്കവും ഇല്ലെന്നേ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തതിനെ സംബന്ധിച്ച് എനിക്കുള്ള ബോധ്യം, എന്റെ നിലപാട്, അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പയറ്റ്, അതുപോലെ തന്നെ നാക്കുപിഴ, ഇത്തരം കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ഹൈലൈറ്റ് ചെയ്യാൻ. അതിപ്പോൾ പ്രതിപക്ഷവും അങ്ങനെ തന്നെയായിരുന്നു, UDFും അതേ രീതിയിൽ തന്നെയായിരുന്നു. പല ഘട്ടത്തിലും ഇയാൾ എന്നൊക്കെ വിളിക്കണ കേട്ടിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത്തരം ഭാഷകളൊക്കെയായിരുന്നു. അയാൾക്ക് വേറെ പണിയില്ലേ ആ രീതിയിലൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ സംബോധന ചെയ്യുന്നത്. അതിപ്പോൾ ഒരു പരസ്പര ബഹുമാനമില്ലാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ടായിരുന്നു ശ്രീ എൻ ശ്രീകുമാർ. അല്ല, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വരുന്നുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാർക്കിടയിൽ അവർ തമ്മിലുള്ള ചില പിണക്കങ്ങളൊക്കെ പരസ്പരം ഉണ്ടാകുന്നതല്ലാതെ കോൺഗ്രസ്സുകാർ ആരും എങ്ങനെ മോശമായിട്ട് പറഞ്ഞതായിട്ട് എന്ന് വെച്ചാൽ പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ അതല്ല പറയുന്നത്. ഒരു പത്രസമ്മേളനത്തില് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞില്ല. ഞാനത് ശ്രീജിത്ത് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇതെങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാല്, മുഖ്യമന്ത്രിയുമായിട്ട് മോഹൻലാലിന്റെ അഭിമുഖം നടത്തി. അപ്പൊ മോഹൻലാൽ ചോദിച്ചു സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണ്? അന്ന് അദ്ദേഹം പറഞ്ഞതാണ്, നീ പോടാ മോനെ ദിനേശ എന്നുള്ളത് എനിക്ക് ഇഷ്ടമെന്ന്. അത് രേവന്ത് റെഡ്ഡി ഇവിടെ വന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണ് അദ്ദേഹം ആ സിനിമ ഡയലോഗ് പറഞ്ഞു. അതിന് മറിച്ച് ഇദ്ദേഹത്തിന് ആ സിനിമ ഡയലോഗ് പറയാം, അതിന് പകരം പറഞ്ഞ അതല്ല. അതിന് പകരം ഈ മറ്റേവെന്നുള്ളത് ഒക്കെ കേരളത്തിൽ വേറൊരു കേന്ദ്രമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊന്നിപ്പോ പറയുന്നില്ല, ഞാനൊന്നും ചർച്ചാ വിഷയം ആക്കുന്നില്ല. ആത്മവിശ്വാസം പോയത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്താണ് ഈ ആത്മവിശ്വാസം പോയതിന് കാരണം? താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ അത് ഏത് മീറ്റർ ഉപയോഗിച്ചാണ് ഈ ആത്മവിശ്വാസം പോയി എന്ന് പറയുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് പൂർത്തിയായിട്ട്. അതായത് ഇപ്പൊ തെലങ്കാനയിലെ മലയാളികളുണ്ടല്ലോ, ആ മലയാളികൾക്ക് ഈ രേവന്ത് റെഡ്ഡിയെ കുറിച്ച് കേരള മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, തെലങ്കാന എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേന്ദ്രം കൂടിയാണ്. അത് ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സഹായമൊക്കെ നമ്മൾ ആലോചിക്കണം. അവിടെ MLA മാരും MP മാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ തെലങ്കാനയിലൊക്കെ അവിടുത്തെ മലയാളികൾക്ക് ഉണ്ടായ ഒരു അഭിമാനക്ഷതമൊക്കെ അതൊക്കെ വേറെ വിഷയം. എന്നാൽ ചോദ്യത്തിലേക്ക് വരാം. ഇന്ന് രാവിലെ ഒരു ഓഡിയോ പുറത്തു വന്നില്ലേ? ഒരു ഓഡിയോ പുറത്തു വന്നു. 2018 പ്രളയം. ഇവരെന്താ പറഞ്ഞേ? പ്രളയത്തെ ചേർത്ത് പിടിച്ചു. ഒന്ന്, കോവിഡ് കാലത്ത് ചേർത്ത് പിടിച്ചു. പ്രളയകാലത്തുണ്ടായ ഒരു ഓഡിയോ ആണ് ഇന്ന് പുറത്തു വന്ന ഒരു അഴിമതിയുടെ കാര്യം. കോവിഡ് കാലത്ത് അഴിമതി പിന്നെ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിറ്റ് വാങ്ങിച്ച കാര്യങ്ങളിലൊക്കെ. ഈ ഓഡിയോ പുറത്തു വന്നത് കൃത്യമായിട്ട് പുറത്തു. ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? അതേക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ PR ടീം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രോപദേശക സമിതിയിലെ അംഗങ്ങള് ഇത് അദ്ദേഹത്തെ കേൾപ്പിച്ചു കൊടുത്തിട്ട് അദ്ദേഹം കൃത്യമായിട്ടൊന്നും മറുപടി പറയണ്ടില്ല. നാളെ മറ്റന്നാ വോട്ടല്ലേ, എന്താ മറുപടി പറയാൻ? മറുപടി പറയാനില്ല. അത് ഒറ്റ മറുപടിയെ പറയാൻ ഉള്ളൂ. അതാരും വിശ്വസിക്കുകയുമില്ല. കാരണം AI നിർമ്മിതിയാണ് ആ ഓഡിയോ എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുകയുള്ളൂ. അത് മന്ത്രി കൃഷ്ണൻകുട്ടി ആ രീതിയിൽ പറയുകയും ചെയ്തു. പക്ഷെ അങ്ങനെയല്ല, മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വാക്കുകളാണ് നമ്മൾ അതെല്ലാം കേട്ടത്. കാരണം ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് അത് നീക്കം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഇടപാടാണ്, ഒരു വലിയ അഴിമതിയാണ് അവിടെ നടന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതായത് ജനത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വലിയ പ്രളയത്തിന് കാരണമായത് ഇതാണെന്നാണ് പറയുന്നത്. അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് തന്ത്രപൂർവ്വം. അതല്ല അങ്ങനെ ചർച്ച ചെയ്തെന്ന് വെച്ചാല് ഇപ്പൊ അദ്ദേഹം പറയാണ് എന്റെ ശബ്ദം. അദ്ദേഹം ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പത്രസമ്മേളനം ശ്രദ്ധിച്ചിരുന്നോ? അദ്ദേഹം അത് പറഞ്ഞ AI ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ശബ്ദമല്ല, എന്റെ ശബ്ദമല്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ മതി. ഒറ്റ മണിക്കൂർ കൊണ്ട്. അദ്ദേഹം കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല. ഇനിയിപ്പോ അതെന്തെങ്കിലും ആയിട്ട് തെളിയിക്കണം. പക്ഷെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം വന്നില്ല മഞ്ജുഷ, അവിടെയാണ് വിഷയം.
അവരുടെ 2010 പ്രളയത്തിലെ അന്നത്തെ രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള സംഭാഷണം. അത് അല്ല, ഒരു മന്ത്രിയെ കുറിച്ച് ഇപ്പോഴത്തെ മന്ത്രി പാർട്ടി പ്രവർത്തകരോട് നടത്തുന്ന ഒരു സംഭാഷണമാണ്. അതെന്തെങ്കിലും ആവട്ടെ, അതിന്റെ ദോഷം എന്താ സംഭവിച്ചത്? ഇന്ന് ഉച്ച തൊട്ട് ആ തെക്കൻ ഏരിയയിലെ ചെങ്ങന്നൂർ, തിരുവല്ല, ആറന്മുള ഭാഗത്തുള്ള, കോന്നി ഭാഗത്തുള്ള എല്ലാ UDF MLA സ്ഥാനാർത്ഥികളും അവരുടെ കൊട്ടിക്കലാശം എന്നുള്ള ആഘോഷമായ പരിപാടി നിർത്തിവെച്ച് അവർ ഉപവസിക്കുകയാണ്. ചിത്രം മാറി. തിരുവിതാംകൂറിലെ ആറന്മുള, ചിത്രം മാറി. ശ്രീ ജയചന്ദ്രൻ, ഒരു മന്ത്രിയുടെ ശബ്ദമാണ് നമ്മളെല്ലാവരും കേട്ടത്. അതെങ്ങനെ നമുക്ക് അത് അങ്ങനെ അല്ല എന്ന് പറയാൻ കഴിയും? തിരുവല്ലയിൽ മത്സരിക്കുന്ന മാത്യു ടി തോമസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെങ്ങനെ അല്ല എന്ന് പറയാം? അല്ലെങ്കിൽ തെളിയിക്കുക, അല്ലെങ്കിൽ അല്ല എന്ന് വെറുതെ നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു. മഞ്ജുഷ, ഈ പ്രശ്നം ഞാൻ ഇവരുടെ ഈ ശബ്ദത്തിന്റെ ഈ ആരുടെയാണ്, ഏതാണ്, ആണോ അല്ലയോ, ഇതൊന്നും തെളിയിക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയിലടക്കം ഇക്കാര്യങ്ങൾ 2019 2020 നിരവധി കേസുകൾ കൊടുക്കുകയും UDF MLA മാരും BJP നേതാക്കളും കേസ് കൊടുത്തു. അവസാനം അമിക്കസ് ക്യൂറി അവർ ഹൈക്കോടതി നിയമിച്ചു. എന്നിട്ട് തീരുമാനമെടുത്തു. പിന്നെ ഇത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വിദഗ്ധർ വന്ന് അവരുടെ റിപ്പോർട്ട് ഹാജരാക്കി. അതുപോലെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ റിപ്പോർട്ട് ഹാജരാക്കി. അതിനുശേഷം ആ ഹർജികളെല്ലാം ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. ഈ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ്, അമിക്കസ് ക്യൂറിയുടെ കൂടെ റിപ്പോർട്ടോടുകൂടിയാണ് ചെയ്തത്. പക്ഷെ ജനം കേൾക്കുകയാണ്, തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. ഇത് തോട്ടപ്പള്ളി സ്പിൽവേയെ കുറിച്ചുള്ള സ്പിൽവേയുടെ ഷട്ടറുകൾ എന്തുകൊണ്ട് തുറന്നില്ല എന്നുള്ള കാര്യമൊക്കെ അന്നേ ചർച്ച ചെയ്തതാണ്. പ്രളയം വരുത്തി വെച്ചു കുട്ടനാട്ടിൽ എന്നുള്ള കാര്യം, ചെങ്ങന്നൂരിൽ ആളുകളെ മുക്കിയതും എല്ലാം അന്ന് ചർച്ച ചെയ്ത കാര്യമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ആ ഓഡിയോ ഒന്ന് കേൾക്കാം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ഞാൻ വരാം താങ്കളിലേക്ക്. അതൊന്ന് കേൾക്കാം മന്ത്രിയുടെ വാക്കുകൾ. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നത്? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം എന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്, ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്പിക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടിയെങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. അവിടെ മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോൾ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവൻ എത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി MP ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റിൽ നിന്ന് കാശാർക്ക് കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടുക പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം. ഇക്കൊല്ലം നമ്മളാണ്, ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കേണ്ടത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നുവിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ആ
ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി ഉറുപ്പിയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കുക. ആ കരാറുകാരനാണ് ഇതിൽ വന്നത്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യമാണ്. അന്ന് ഇതൊക്കെ സംശയത്തിന്റെ രൂപത്തിൽ വന്നതാണ്. പക്ഷെ ഒരു മന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ പറയുകയാണ്. അന്നത്തെ മന്ത്രിയെക്കുറിച്ചും അതിൽ പരാമർശം വരികയാണ്. അതായത് മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമൊക്കെ ഈ പ്രളയക്കെടുതി ഉണ്ടാകാൻ കാരണം, പിന്നെ പാലക്കാട് ഭാഗങ്ങളിൽ ഉണ്ടാകാൻ കാരണം ഇതൊക്കെ ഇത്തരത്തിലുള്ള അഴിമതി കാരണമാണ് എന്നുള്ളതാണ്. അന്നും ഡാം തുറക്കാൻ വൈകിയതിനെക്കുറിച്ചും തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ തുറക്കാത്തതിനെക്കുറിച്ചുമൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ്. അതായത് കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. അല്ലാതെ പ്രളയം വന്നതിന് ശേഷം പ്രളയം നേരിട്ടു, പക്ഷേ പ്രളയം ഉണ്ടാകില്ലായിരുന്നു. അതൊരു മന്ത്രി തന്നെ പറയുകയാണ്. നിസ്സാര കാര്യമല്ലത്. അതെ, ഇപ്പൊ കേൾക്കുമ്പോൾ നിസ്സാര കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ഇതും കൊണ്ട് എന്തിനാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നത്? നേരെ എന്താ കോടതി പോകാൻ ഇതുകൊണ്ട്? ജനങ്ങൾ അറിയട്ടെ ആദ്യം, ജനങ്ങൾ ആദ്യം അറിയട്ടെ. ജനങ്ങളെ ആദ്യം അറിയിക്കുകയാണ് പ്രധാനം. പിന്നെ അല്ലാതെ ജനങ്ങളല്ലേ ആദ്യം അറിയേണ്ടത്? അല്ല, ജനങ്ങളെ അറിയിച്ചു, ഓക്കെ, ജനങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് കോടതി പോകണ്ടേ? ഇങ്ങനെ വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ അന്നത്തെ നിയമസഭാ രേഖകളടക്കം മാത്യു ടി തോമസ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ഇതിനു ശേഷം എല്ലാ ഷട്ടറുകളും ഉയർത്തിയെന്നും അതിൽ ഒരു ഷട്ടർ മാത്രം ഉയർത്താൻ കഴിഞ്ഞില്ല എന്നും അത് 2 ദിവസം കഴിഞ്ഞാണ് ഒരു ഒറ്റ ഷട്ടർ മാത്രം ഉയർത്തുന്നത് എന്നുള്ള കാര്യം അടക്കം ഇന്ന് പുറത്ത് വിട്ടല്ലോ. അതിന് മുൻപ് തന്നെ ഈ പ്രളയം വരുന്നതിന് മുൻപ് തന്നെ ഈ ഷട്ടറുകളെല്ലാം ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് നിയമസഭയിൽ വന്ന രേഖകളടക്കം മറുപടി പറഞ്ഞല്ലോ മാത്യു ടി തോമസ്. അതൊന്ന്. ദുർബലമായ വാദങ്ങളായിരുന്നു അതെല്ലാം. അല്ല, കെ കൃഷ്ണൻകുട്ടി ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ലേ ശ്രീ ജയചന്ദ്രൻ ബലം കിട്ടുകയുള്ളൂ? താങ്കൾക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ ഓഡിയോ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് ഒറിജിനൽ ഓഡിയോ ആണെങ്കിൽ അത് മന്ത്രിയുടെ ഈ വാക്കുകൾക്ക് ബലം കിട്ടുകയുള്ളൂ കേട്ടോ. അല്ല, ആയിക്കോട്ടെ. അപ്പൊ ഇത് ഇപ്പൊ ഈ ദിവസം കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യമൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ആ പ്രാധാന്യം അത് തന്നെയാണ്. ജനങ്ങൾ അറിയണം. ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെതിരായിട്ട് വോട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. അതായത് അതിനുവേണ്ടിയാണല്ലോ UDF ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ UDF നേതാക്കൾ അതിനുവേണ്ടിയല്ലേ ഇരിക്കുന്നത്. പ്രശ്നം അതാണ്. മഞ്ജുഷ പറയിപ്പിക്കാതിരുന്ന പ്രശ്നം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നം നേരത്തെ കോടതിയിൽ അടക്കം ചെന്ന് കോടതി സെറ്റിൽ ചെയ്ത വിഷയമാണിത്. തീർപ്പാക്കിയ വിഷയമാണ്. തീർപ്പാക്കിയ വിഷയം ഇപ്പൊ പുതിയ ഏതോ സംഭവ വികാസം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതിന്റെ ഉള്ളടക്കം താങ്കൾ പറഞ്ഞതുപോലെ വോട്ട് തട്ടാനുള്ള മാർഗം മാത്രമാണ്. അത് തന്നെയാണെന്ന കാര്യം. അത് പറയാനുള്ളടത്ത് അറിയുകയും ചെയ്യും ബന്ധപ്പെട്ടവർക്കെല്ലാം. അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വെച്ചോണ്ടൊന്നും ആരും വോട്ട് തട്ടിയെടുക്കാമെന്നും വ്യാമോഹിക്കേണ്ട. അത് നടക്കാനും പോകുന്നില്ല. കാരണം ഈ രാഷ്ട്രീയക്കാരെ ആക്ഷേപിക്കാം, അല്ലെങ്കിൽ വിമർശിക്കാം, എതിർക്കാം, പ്രതിഷേധിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ കോടതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. എത്ര പേരായിരുന്നു? ഒരാളാണ്, 2 പേരാണ്, 3 പേരാണ്, 10 പേരാണ്? അല്ലല്ലോ. എന്നിട്ട് എന്താണ് കോടതി ചെയ്തത്? കോടതി ഈ പരാതിക്കാരുടെ പരാതികളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് അസന്നിഗ്ധമായി വിധി പറഞ്ഞില്ലേ? ഇല്ലേ? എന്നിട്ടാണ് പിന്നെ ഇപ്പൊ അതുകൊണ്ട് വരുന്നത്. അങ്ങനെ ശ്രീ പണിക്കർ, വ്യാജ തെളിവുകളുമായിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2 ദിവസം മാത്രം ശേഷിച്ചിരിക്കെ ഇത്തരത്തിൽ വോട്ട് തട്ടുന്നതിനുള്ള മാർഗമാണോ UDF? പക്ഷേ എന്ത് കാര്യമുണ്ടെങ്കിലും ആരോപണങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുവരും. അതിനെ നമുക്ക് എതിർക്കാൻ പറ്റുകയില്ല. പക്ഷെ ഇത് മന്ത്രിയുടെ ശബ്ദത്തിൽ തന്നെ ഇത് പുറത്തു വരികയാണ്. ശ്രീ പണിക്കർ, അല്ല, നോക്കൂ, ഇത് വ്യാജമാണ് ഈ ഓഡിയോ എന്ന് പറയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും എല്ലാ കാര്യത്തിനും AI ആണ് എന്ന് പറയുന്നു. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ തന്നെ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ കയ്യിൽ അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിലാണോ വെക്കേണ്ടത്? അത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണോ പറയേണ്ടത്? ആണ്. കാരണം ജനങ്ങളെ ബാധിച്ച ഒരു പ്രശ്നമാണ്. ജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. കോടതി മാത്രമല്ല തീരുമാനമെടുക്കേണ്ടത്. കോടതി തീരുമാനമെടുക്കുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും ജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ടാണ് ഒരു ഇലക്ഷനിൽ ആൾക്കാർക്ക് ഉണ്ടാവുക. ഇലക്ഷൻ നടത്തുന്നത് കോടതി അല്ലല്ലോ നടത്തുന്നത്. ഇലക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ കേസിന് എന്തുകൊണ്ട് കോൺഗ്രസ് പോയില്ല, മാത്യു കുഴൽനാടനോ മറ്റേതെങ്കിലും ഒരു നേതാവോ എന്തുകൊണ്ട് കേസിന് പോയില്ല എന്ന് ചോദിച്ചാൽ കൃഷ്ണൻകുട്ടിക്ക് കേസ് കൊടുക്കാമല്ലോ. വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? ഇത് AI ആണ് എന്ന് പറഞ്ഞാൽ മതിയോ? എന്നാൽ കേസ് കൊടുക്കണ്ടേ? കൃഷ്ണൻകുട്ടി കേസ് കൊടുത്തിട്ടുണ്ടോ? ഇത് AI ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയിരിക്കുന്ന മാത്യു കുഴൽനാടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് കേരളം അങ്ങോളം ഇങ്ങോളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തിരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ?
ഇലക്ഷനിൽ തെറ്റായിട്ടുള്ള പ്രാക്ടീസസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ അതേ വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടതി സെറ്റിൽ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവരും ഫൈറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പണി കിട്ടും എന്ന് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ പറയുന്നത് സെറ്റിൽ ചെയ്ത ഒരു വിഷയമാണ്, കോടതി തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ് എന്നുള്ള വാദം കൂടി ഉന്നയിക്കുന്നുണ്ട്. അല്ല, കോടതി തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിന്റെ കോണ്ടെക്സ്റ്റ് അവിടെ ഇല്ല. ഞാൻ പറഞ്ഞത് പുതുതായിട്ടുള്ള ഒരു റെവലേഷൻ വരുന്ന സമയത്ത് പണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന കേസുകൾ വരെ റീഓപ്പൺ ചെയ്യുന്ന സാധ്യതയുണ്ടല്ലോ. എന്താണ് പണ്ട് കൺസിഡർ ചെയ്തിരിക്കാത്ത, പണ്ട് നമ്മുടെ മുന്നിൽ ഇല്ലാതിരുന്ന ഒരു സാധ്യത ഉണ്ടാവുക, ഇത് ചെറിയൊരു കാര്യമാണോ? സപ്പോസ് ഈ സാധനം ശ്രീ കൃഷ്ണൻകുട്ടിയുടെ തന്നെ ഓഡിയോ ആണെന്ന് തന്നെ അങ്ങ് കരുതിക്കോളൂ, അതിൽ ഡിസ്പ്യൂട്ട് ഇല്ല ഫോർ എ മോമെന്റ്. ഇപ്പോൾ ശ്രീ ജയചന്ദ്രനും ഒരു നിമിഷത്തേക്ക് അങ്ങനെ കരുതിക്കോളൂ, അത് AI ഒന്നും അല്ല, അത് ജെനുവിൻ ആയിട്ടുള്ള ഓഡിയോ ആണ്. അങ്ങനെയാണ് എങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അങ്ങനെയാണ് എങ്കിൽ കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ സംവിധാനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് എന്നുള്ളത് ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീ മാത്യു ടി തോമസ് അടക്കം ഷട്ടറുകൾ തുറക്കുന്നത് എപ്പോഴാണ്, ഏതാണ്, എങ്ങനെയാണ് എന്നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡിസൈനിന്റെ ഭാഗമാണ് എന്ന് ആർക്കെങ്കിലും ആക്ഷേപിച്ചുകൂടെ? ഞാൻ പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന ചിത്രം മാറി. നമ്മൾ പല സിനിമകളും കാണുന്ന സമയത്ത് ഒരേ സെറ്റ് ഓഫ് സീൻസ് വേറൊരു കോണ്ടെക്സ്റ്റിൽ കാണുന്ന സമയത്ത് ഇതിന്റെ എല്ലാം ആഖ്യാനം മാറും എന്ന് പറയുന്നത് പോലെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു കാര്യം, ഒരു സർക്കാരിലെ ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന നിലയ്ക്ക് വരുന്ന സമയത്ത് അത് കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഉപയോഗിച്ചേ പറ്റൂ. അത് മാത്രമല്ല ഇത് മറന്നിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നതാണ്, അന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷെ 2021 തെരഞ്ഞെടുപ്പിൽ ഇത് LDFനെതിരെ ഒരു തരത്തിലും LDFനെ ബാധിച്ചില്ല ഈ വിഷയം. പക്ഷേ ഇത് ഒരു പുതിയ തെളിവ് വരുമ്പോൾ അതിന് അതിൻ്റെതായ തെളിവ് മൂല്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എക്സാക്ട്ലി, ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മൾ ഈ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇത് തുറന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മണൽത്തട്ടുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് 300 കോടി രൂപയുടെ ഒരു നഷ്ടം ആ ഡീലുമായി ബന്ധപ്പെട്ടത് ഉണ്ടാകും. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ ഈ ഡാം മാനേജ്മെന്റിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന രീതിയിലത്തേക്ക് വന്നാലോ? ജെനുവിനായിട്ട് ഡാം മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലേ? ചിലപ്പോൾ നമുക്ക് പ്രിപ്പയർഡ്നെസ് കുറവായിരുന്നിരിക്കും, നമ്മളുടെ അവയർനെസ് കുറവായിരുന്നിരിക്കും. അതുകൊണ്ട് ജെനുവിനായിട്ടുള്ള ഒരു ഹ്യൂമൻ എറർ അവിടെ ഉണ്ടായതുകൊണ്ട് ഇതിനെ നമുക്ക് കൃത്യമായി മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നൊരു കാര്യം വരാം. പക്ഷെ അതേ കാര്യം തന്നെ, അതേ എക്സ്ക്യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിയാലിറ്റി എങ്കിലോ? അങ്ങനെയെങ്കിൽ അതൊരു പുതിയ വെളിപ്പെടുത്തലല്ലേ? ആ വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിയമപരമായി സെറ്റിൽ ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അതിൽ ശ്രീ ജയചന്ദ്രനോടൊപ്പം തന്നെയാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു റെവലേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിരിക്കുന്ന പഴയ കേസുകളും തുറക്കല്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസ്, ആ സോളാർ കേസിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, എന്തായി ഇതിന്റെ തീർപ്പ്, കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഉമ്മൻചാണ്ടിയെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു റെവലേഷൻ ഇന്നത്തെ ദിവസം വരികയും അത് ജെനുവിനാണ് എന്നുള്ള ഒരു ധാരണ ആൾക്കാരിൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിരുന്നുവെങ്കിൽ LDF ഉപയോഗിക്കത്തില്ലെന്നാണ് പറയുന്നത്. LDF നേരെ അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ട് കേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമെന്നാണ് പറയുന്നത്. അല്ല, അത് ഇലക്ഷനാണ്, ഇന്നത്തെ ദിവസമാണ് അത് ഉപയോഗിക്കേണ്ടത് അല്ലേ? ഉപയോഗിക്കാൻ പറ്റിയിരുന്നു ഇന്ന്. താങ്കൾ പറഞ്ഞു അത് തിരുവല്ല ഭാഗങ്ങളിൽ, ചെങ്ങന്നൂർ അവിടെയൊക്കെ UDF അത് കാര്യക്ഷമമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അല്ല മഞ്ജുഷേ, ഉപയോഗിക്കുന്നുണ്ടെന്നല്ല, ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ലേ? ഒരു ഇപ്പൊ ഞാൻ അതാ പറഞ്ഞു, ഇതിൽ മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ടല്ലോ. അത് ആർക്കെങ്കിലും ഒരാൾക്ക് പോയിട്ട് കോടതി ഇന്ന് തന്നെ പോകാമല്ലോ? ഹൈക്കോടതിയില് സ്ഥാനാർത്ഥിയല്ലേ ഒരാൾ, സ്ഥാനാർത്ഥിയല്ലേ ഒരാൾ, മുൻ ഉദ്യോഗസ്ഥനല്ലേ? ഇന്ന് തന്നെ പോകാം, മന്ത്രിക്ക് തന്നെ പോകാമല്ലോ ഇന്ന് തന്നെ. അതൊന്നും ഞാൻ പറയാച്ചാൽ അതവര് ചെയ്യാത്തത് മാത്രമല്ല, മുഖ്യമന്ത്രി എന്താ മറുപടി പറയാത്തേ? അതൊരു ചോദ്യമല്ലേ? അദ്ദേഹമായിരുന്നല്ലോ 2 തവണ മുഖ്യമന്ത്രി. എന്നാൽ അക്കാലത്ത് ഞാനല്ലെന്ന് പറയായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്ന എന്താണെന്നോ, ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവാണ്. LDF അഴിമതി വിരുദ്ധം എന്ന് പറയുമ്പോഴേ നമ്മൾ ആലോചിക്കണം, 2016 ഇവരുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നിട്ടൊരു വോട്ട് ചെയ്ത വിരൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട്, അതാണ് അവരുടെ പരസ്യമായിരുന്നത്. 2021 ആ പരസ്യം ഉണ്ടായിരുന്നില്ല, അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ള പരസ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അപ്പൊ നിങ്ങളുടെ കാലത്ത് ഇതായിരുന്നു എന്ന് ചർച്ച ചെയ്യാനാണ്. അപ്പൊ ഞാൻ ആത്മവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വന്നത്. അപ്പൊ ഇന്നത് തെക്കൻ ജില്ലകളിൽ, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ഇത് വലിയ ചർച്ചയായി. അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഉപവാസം നിസ്സാര കാര്യമാണോ? ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രചരിച്ചു കഴിഞ്ഞു, ചർച്ചയായി കഴിഞ്ഞു. നാളെ ഇത് തന്നെ ചർച്ച, നിശബ്ദമായ ചർച്ച നാളെ ഇത് തന്നെയാണ്. മനസ്സിൽ അവരെന്തൊക്കെയാണോ ഒരുക്കൂട്ടിയിരുന്നത് ജനങ്ങളെ, അതൊന്നുകൂടി അവരുടെ മനസ്സിൽ ഒന്നുകൂടി ഉരുണ്ടു കയറുകയാണ് ഈ ഗവൺമെന്റിനെതിരായ വികാരം. 2, മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഈ ആദ്യം മഞ്ജുഷ പറഞ്ഞത്, ഈ ചാനലുകളൊക്കെ സർവേ ഒക്കെ പറഞ്ഞത്,
ഈ സർവേ, ദേശീയ സർവേ 3 പറഞ്ഞു UDF പിന്തുണ വെച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഒരു സർവേയെ കുറിച്ചും പറയുന്നില്ല. പക്ഷേ ഈ സർവേ ഉണ്ടാക്കിയ ഒരു ഗുണം ഉണ്ടായിരുന്നു LDF. എന്തുകൊണ്ട് അത് പെട്ടെന്ന് പോയത്? എന്തുകൊണ്ടാ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയി? എന്തുകൊണ്ടാ? ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ട്, ഇന്ന് ഈ ഓഡിയോ, വൈകുന്നേരം ആയപ്പോ രേവന്ത് റെഡ്ഡിയുടെ കാര്യം. അപ്പൊ ഈ രേവന്ത് റെഡ്ഡിയുടെ ഈ കാര്യത്തിൽ രേവന്ത് റെഡ്ഡി ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ മഞ്ജുഷേ? ആ മറുപടി എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ പ്രായവും പക്വതയും പദവിയും ഒക്കെ ഞങ്ങൾ മാനിക്കുന്നു, അദ്ദേഹം ഞങ്ങളുടെ ഇത്തരം അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എന്തൊരു രസകരമായ മറുപടിയാന്ന് നോക്കൂ. എന്നിട്ട് അത് ഒരു കാര്യം കൂടെ പറഞ്ഞു, യുവത്വം ഭരിക്കട്ടെ കേരളം. പറഞ്ഞതാരാ? തെലങ്കാനയുടെ യുവാവായ മുഖ്യമന്ത്രിയാ പറഞ്ഞത്, യുവത്വം തുളുമ്പുന്ന മുഖ്യമന്ത്രിയാ പറഞ്ഞത്. കേരളം യുവത്വം ഭരിക്കട്ടെ, ടീം UDF വരട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. മാറ്റം ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം. 10 വർഷം ഭരിച്ചിട്ട് അവസാനം ഈ ഓഡിയോയും കേട്ട് നാണക്കേടായിട്ട് ചെളിപുരണ്ട ശരീരവുമായിട്ടല്ലേ ഇവര് നാളെ വോട്ടർമാരുടെ മുമ്പിൽ എത്തുന്നത്. അവിടെ രേവന്ത് റെഡ്ഡി പറയണ യുവത്വം വരട്ടെ, നിങ്ങൾ മാറൂ, നിങ്ങൾ വിശ്രമിക്കൂ. അതൊരു സിനിമാ ഡയലോഗ് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് അത് ഇഷ്ടമുള്ള ഡയലോഗാണെന്ന് ആരെങ്കിലും കോൺഗ്രസ് പറഞ്ഞു കൊടുത്തതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ സ്വർണ്ണക്കുള്ള ചർച്ച ചെയ്യില്ലേ? എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യാണ് ജനങ്ങള്, മനസ്സിൽ ചർച്ച ചെയ്യാണ് ജനങ്ങള്. നാളെ വീണ്ടും ചർച്ച ചെയ്യില്ലേ? ഇനി അത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് പോലീസുകാർ ഈ നാട്ടിലുണ്ട്. ഈ CPM-ന്റെ പ്രവർത്തകർ ആ പോലീസുകാരെ ആക്ഷേപിച്ചത്, അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത് പോലീസുകാരുടെ മനസ്സിലുണ്ടാവില്ലേ? അത് വോട്ടാവില്ലേ? മാത്രമല്ല, യുവാക്കളുടെ തലയിൽ അടിച്ചപ്പം അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞത് നാളെ ചർച്ചയാവില്ലേ? അതുപോലെ 20 ലക്ഷം തൊഴിലെന്ന് പറഞ്ഞ് പറ്റിച്ചത് ചർച്ചയാവില്ലേ? ക്ഷേമ പെൻഷൻ തരാമെന്ന് പറഞ്ഞ് തരാതെ 3000 രൂപ ഞങ്ങൾ വീണ്ടും തരാം, ഞങ്ങളെ ഒന്നുകൂടെ ഭരണത്തിലേറ്റു എന്ന് പറഞ്ഞ ആ വിശ്വാസവഞ്ചനയ്ക്കെതിരെ നാളെ ജനങ്ങൾ ഇത്രയും വിഷയങ്ങൾ ഉള്ളപ്പോൾ ശ്രീ ജയചന്ദ്രൻ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുവാനുള്ള കരുക്കളും നീക്കിയിട്ടുണ്ട് LDF. അതാണല്ലോ ഇപ്പോൾ SDPI പോലും അവരുടെ വോട്ട് പോലും വേണ്ട എന്ന് പറയാൻ മടി കാണിക്കുക എന്നല്ല, അത് പറയുകയില്ല. ആരുടെയും വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തോ അങ്ങനെ പറഞ്ഞാൽ അതെന്തോ ഭരണഘടനാ ലംഘനമായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വർണ്ണനകളാണ് നടത്തുന്നത്. അത് ഈ ആത്മവിശ്വാസക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ. അതെ മഞ്ജുഷേ, ഞാൻ ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ട ശ്രീകുമാറിനൊന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകളോടൊന്ന് പ്രതികരിച്ചോട്ടെ. ഈ ഇവിടെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഇലക്ഷൻ ഒന്നും അല്ല നടക്കുന്നത് എന്നറിയാത്ത ആളല്ല പ്രിയപ്പെട്ട ശ്രീകുമാർ. ഇത് ഇന്ത്യൻ ഡെമോക്രസിയാണെന്നേ. പക്ഷങ്ങളായിട്ടോ മുന്നണികളായിട്ടോ ഒക്കെ തിരിഞ്ഞാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കാറുള്ളത്. അത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് വരെ അങ്ങനെയാണ്. നാളെ ഈ നിശബ്ദ പ്രചാരണമാണ്, മറ്റന്നാൾ ബൂത്തുകളിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലെന്താ തകരാറ്? ഇപ്പൊ UDF എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായി താങ്കൾ ഇക്കാര്യത്തിൽ നിലപാടുകൾ പറയുമ്പോൾ ആ മുന്നണിക്ക് എതിർപക്ഷത്ത് നിൽക്കുന്നതാണല്ലോ ഭരണപക്ഷ മുന്നണി. ആ മുന്നണി അനുകൂലിക്കുന്നവർ അപ്പോൾ ആ വോട്ടർമാരായിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ 2 പക്ഷത്തും വോട്ടർമാരുണ്ട്. ഇപ്പോ പുതുതായിട്ട് 3ാമത്തെ പക്ഷമാണല്ലോ NDA. ആ പക്ഷത്തിലും വോട്ടർമാരുണ്ട്. അങ്ങനെ നടക്കുമെന്ന്. അതിൻ്റെ അകത്ത് ഈ തലേ ദിവസം വരെ ഇന്നിപ്പോ ഈ സൂചിപ്പിച്ച കുഴൽനാടന്റെ ഈ പറഞ്ഞ പുറത്തുവിട്ട അപാരമായ അല്ലെങ്കിൽ അതിഭയങ്കരമായ തെളിവ് ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. തീരുമാനം എടുക്കാമെന്ന്, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കാര്യം താങ്കൾ 2 പ്രാവശ്യം ഇപ്പൊ പറയുന്നു. അതുകൊണ്ട് അതുകൊണ്ടൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കോൺഗ്രസ്സുകാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? 10 വർഷമായിട്ട് എല്ലാ വർഷവും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറങ്ങുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഏതെങ്കിലുമൊക്കെ ചാനലുകളിൽ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട് എല്ലാ കൊല്ലവും. പക്ഷെ ഇതുവരെ ഒരു കോൺഗ്രസ്സുകാർ ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, LDF എന്നുള്ള നിലയിലാണ് ഇറക്കുന്നത്. കാരണം കോഡ് ഓഫ് കോണ്ടക്ട് നിലവിലുണ്ട്, ഗവൺമെന്റ് നിലയിൽ ഇറക്കാൻ കഴിയില്ല, LDF-നെതിരാണ് ഇറക്കുന്നത്. ഇന്നലെ ഇങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇറക്കാൻ കഴിയില്ല, അത് ശരിയാണ്. അപ്പോൾ അതിൽ പോലും ശ്രദ്ധ വെച്ചുകൊണ്ട് ഈ സമയത്ത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആവശ്യം എന്താണ്? ആര് ചർച്ച ചെയ്യാനാണ്? അത് മറിച്ചു നോക്കുക പോലും ഇല്ല ആളുകൾ. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാമെന്ന്. മഞ്ജുഷൻ അങ്ങനെ വിചാരിക്കാനുള്ള എല്ലാ അവകാശവും കൊണ്ട് വിചാരിച്ചോളൂ. മറിച്ച് നോക്കുക പോലും ഇല്ല എന്നുള്ളത്. എനിക്കത് മറിച്ച് നോക്കി ഒരുപാട് പേരെ അറിയാം. പിന്നെ ശ്രീകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ന് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഇത് ചർച്ച ചെയ്തെന്നല്ലോ. ഞാൻ ഈ ജില്ലകളിൽ ഏതാണ്ട് ഇടുക്കി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ന് ഒരു ഓട്ടപ്രദർശനം നടത്തിയ ആളാണ്. ഈ UDF നേതാക്കളെയും LDF നേതാക്കളെയും NDA നേതാക്കളെയും കണ്ട ആളുമാണ്. അവിടെയൊന്നും ഈ പ്രശ്നം ചർച്ച ചെയ്ത ഒരു സ്ഥലമേ ഞാൻ കണ്ടുള്ളൂ.
ഏത് അത് പ്രശ്നം? പിന്നെ അബിൻ വർക്കി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അബിൻ ഓഡിയോ ആണോ? വർക്കി അതാണോ? ആ സമർപ്പിച്ച വിഷയമാണോ? പത്തനംതിട്ടയാണ് കേട്ടോ. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ അല്ലേ? അത് തന്നെ, അതാ ഞാൻ പറയുന്നത്. അത് കാര്യമായി ചർച്ചയ്ക്കെടുത്ത ഒരാളിനെ ഞാൻ കണ്ടത് അബിൻ വർക്കിയെ മാത്രമേ കണ്ടുള്ളൂ. വേറെ ഏതെങ്കിലും UDF-കാരനോ പിന്നെ NDA-കാരനോ ചർച്ചയായിട്ട് ഞാൻ ഇവിടെ ഈ പ്രദേശങ്ങളിലൊന്നും പോയി, അതുകൊണ്ടാണ് പറഞ്ഞത്. തിരുവല്ലയിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇത് തിരുവല്ലയിൽ എന്തായാലും ഉണ്ട്. അല്ല, ഞാൻ തിരുവല്ലയിലും കണ്ടില്ല, പക്ഷെ അവിടെ കണ്ടു. അടൂര് ഇവിടെ പിന്നെ ആലപ്പുഴ ആലപ്പുഴ കണ്ടു. ആലപ്പുഴ അബിൻ വർക്കി ഏതാണ്ട് സത്യാഗ്രഹം പോലെ ഇരിക്കുകയായിരുന്നു. അതടക്കം ഉണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതിഷേധമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിഭയങ്കര പ്രതിഷേധം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ ഇടുക്കിയിൽ മാത്രം ഞാൻ പോയിട്ടില്ല. ഇടുക്കിയിൽ എന്തെങ്കിലും റിപ്പോർട്ട് ഇവിടെ പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോ ആ തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് അവര് 9-ാം തീയതി ഇനി പോളിംഗ്. ഞാൻ പറഞ്ഞത് ഇതിനിടയിൽ ഇതൊക്കെ മറികടക്കുവാനുള്ള കരുനീക്കങ്ങളുണ്ട്. അതാണല്ലോ ഈ SDPI പിന്തുണ എന്ന് പറയുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കുന്നത്. വേണ്ട എന്ന് പറയുന്നില്ല. വർഗീയ ശക്തികളെ ഞങ്ങൾ തള്ളിപ്പറയും, പക്ഷെ അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ തള്ളിപ്പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അത് ഇത്തവണയും സ്വീകരിച്ചു. ആ ഒരു നിലപാട് ഇപ്പോഴുമുണ്ട്. പക്ഷേ UDF അങ്ങനെ പറയുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു വരും, നിങ്ങൾ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന്. ഈ ഇരട്ടത്താപ്പ് ചർച്ചയാവും ശ്രീ ജയചന്ദ്രൻ. ചർച്ച ആയിക്കോട്ടെ. ഇപ്പൊ ഇരട്ടത്താപ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യണം. ഇപ്പോ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് UDF-ന് കിട്ടുമ്പോൾ നല്ലതാണെന്നും SDPI-യുടെ വോട്ട് ഇൻ കേസ് LDF-ന് കൊടുക്കുന്നുണ്ടെങ്കിൽ മോശമാണ് എന്നും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചോട്ടെ. അങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്തോട്ടെ. അതിനെന്താ കുഴപ്പം? അത് അവരവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് അവർ ചെയ്തോളും. അതൊന്നും കുഴപ്പമില്ല. അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, ആർക്കും ഇല്ല. അതങ്ങനെയല്ലേ? വെൽഫെയർ പാർട്ടിക്ക് കൊടുക്കാൻ, UDF-ന് കൊടുക്കാൻ പറ്റുന്ന വോട്ട് അത് നല്ല വോട്ടും, SDPI LDF-ന് വോട്ട് കൊടുക്കാൻ ചീത്ത വോട്ടും അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തോട്ടെ. അതിന്റെ കുഴപ്പം മഞ്ജുഷേ, ഒരു പ്രശ്നവുമില്ല. ശരി, ശ്രീ പണിക്കർ, ഈ SDPI ബന്ധം അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ ദിവസവും അത് തന്നെ ചർച്ചയാകുന്നുമുണ്ട്. പക്ഷെ അത് തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള അടവ് നയങ്ങൾ സ്വീകരിക്കേണ്ടതായുണ്ട്. LDF സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അടവ് നയമാണല്ലോ ഇത്, അല്ലേ? അല്ല, ഈ അടവ് നയം എന്നുള്ളത് സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. അതായത് അവരുടെ നിലപാടുകളിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് സാധാരണഗതിയിൽ പറയേണ്ടത് ഹിപ്പോക്രസി, ഡ്യൂപ്ലിസിറ്റി, ഇരട്ടത്താപ്പ് എന്നൊക്കെയുള്ള വാക്കുകളാണ്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്താണ് അവർ തന്നെ അത് ഉപയോഗിക്കുന്നത്. ശരിയല്ലല്ലോ. അതിനുപയോഗിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പദമാണ് ഈ അടവ് നയം എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അടവ് നയം എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് എന്ന്. വളരെ കൃത്യമായിട്ട് 2018-ൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പറയുന്നത് SDPI എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇന്ത്യൻ പതിപ്പാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഉത്തമ ബോധ്യം ഉണ്ടായിരുന്ന CPM-ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ SDPI-യുടെ വോട്ട് എന്നാൽ പിന്നെ നമുക്ക് മേടിക്കാം എന്ന് തോന്നാൻ കാര്യം എന്താ? തീവ്രവാദികളുടെ വോട്ട് നിങ്ങൾ വാങ്ങുമോ? അതോ ഇവരാരും തീവ്രവാദികളല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെളുപ്പിക്കാനായിട്ട് പോകുമോ? അപ്പൊ ഇതിനാണ് ഈ പൊളിറ്റിക്കൽ എക്സിജൻസി അഥവാ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതിനാണ് അടവ് നയം എന്ന് പറയുന്നത്. അതല്ലാതെ എന്താ അടവ് നയം? ഇൻഡിവിജ്വൽസ് വോട്ട് ചെയ്തോളൂ, ഇൻഡിവിജ്വൽസിന്റെ വോട്ടിംഗ് റൈറ്റ് ഞങ്ങൾ എടുക്കുന്നു, പക്ഷെ ഒരു സംഘടന ഞങ്ങൾക്കായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതൊരു തീവ്ര നിലപാടുള്ള സംഘടനയാണെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറയുന്നതല്ലേ ആർജവം എന്ന് പറയുന്നത്. ഏത് നിലപാടിലാണ് നമ്മൾ ആർജവം കണ്ടത്? ശബരിമലയിലെ നിലപാടിൽ ആർജവം കണ്ടോ? U-turn അടിച്ചില്ലേ? എന്നിട്ട് എന്തൊക്കെ ന്യായീകരണങ്ങളാണ് പറഞ്ഞിരുന്നത്? ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അത് ആവർത്തിച്ച് പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം പഴയ LDF സർക്കാരിന്റെ അഫിഡവിറ്റിൽ പറയുന്നത് പുരുഷന് ചെയ്യാൻ സാധ്യമായതെല്ലാം സ്ത്രീക്കും ചെയ്യാൻ കഴിയണം, അതിന് അനുമതി ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്, അത് ഞങ്ങൾ താഴ്മയായി സുപ്രീം കോടതിയെ അറിയിക്കുന്നു എന്നാണ് പഴയ അഫിഡവിറ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഞങ്ങൾ നിലപാടുകളിൽ മാറ്റമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ആനയാണ് മാങ്ങയാണ്, ആചാര്യന്മാരാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ ഇന്ന് ഒരു വെട്ടിൽ വീഴുകയും ചെയ്തു. ഇനി നിലപാട് പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം ആദ്യം ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന, അതായത് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെ എതിർക്കുന്നവരുടെ വാദമാണ്. അവരുടെ കൂട്ടത്തിൽ കൂടാൻ സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകിയിരിക്കുകയാണ്. അതായത് എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മഞ്ജുഷ്, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഒരു മുട്ടൻ A ക്ലാസ് അടവ് നയം എടുത്തത് കണ്ടല്ലേ? ഒരു മാധ്യമ പ്രവർത്തകന് അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ അത് നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ചിട്ടും നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ധാരണാപത്രം ഒപ്പുവെച്ചു. എന്തിനാ?
ആ 2000 കോടി രൂപ കിട്ടാനെന്ന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? പ്ലെയിൻ മലയാളം എന്താ അതിന്റെ? ഞങ്ങൾ കേന്ദ്രത്തിനെ വലിപ്പിക്കാൻ നോക്കി എന്നല്ലേ, ഞങ്ങൾ അവരെ തട്ടിക്കാൻ നോക്കി എന്നല്ലേ പറഞ്ഞു. ആ പൈസ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്ന പേരിൽ ഒരു ധാരണയിൽ ഒപ്പിട്ടുവെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എവിടെ നിൽക്കുന്നു? കേന്ദ്രവുമായിട്ട് ഒരു കരാർ ഒപ്പിടുന്ന സമയത്ത് കേന്ദ്രത്തിനെ കബളിപ്പിക്കാൻ, ആ കരാറിൽ ഒപ്പിടുന്ന സമയത്ത് നമ്മൾ ആ കരാറിൽ ഒപ്പിടുന്ന മറ്റേ പാർട്ടിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നുള്ളത് ഒന്ന്. ഈ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ നമ്മൾ ഒരു ഉളുപ്പും കൂടാതെ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഇവർ പല കാര്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ആ കാര്യത്തിൽ മറ്റാരുണ്ട് LDF അല്ലാതെ, ഈ കാര്യത്തിൽ മറ്റാരുണ്ട് LDF അല്ലാതെ. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള ഇതര സംസ്ഥാനത്തുള്ള ഒരു മുഖ്യമന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നതിന് LDF അല്ലാതെ മറ്റാരുണ്ട്? വേറെ ഈ രാജ്യത്തുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഡാഷ് മോനെ രേവന്ത പിണറായിയോട് യോജിപ്പുണ്ടോ? പിണറായി വിജയന്റെ ഈ പരാമർശത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചവർ 22%, യോജിക്കാത്തവർ 74%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.